സാധാരണ ഒരു ഫൈറ്റ് ആയിട്ടാണ് കണക്കൂടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല കേട്ടോ, ഒരിക്കലും കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷേ ഇതിപ്പോ പിടിച്ചില്ലെങ്കിൽ ആ പയ്യന്മാര് കൈവിട്ടു പോകും. കാരണം ഇത് പല ആൾക്കാരും ഈ വീഡിയോ കണ്ടപ്പോൾ ചിന്തിക്കുന്നതെന്ന ആ ഒരു പ്രായത്തിൽ ആ ഒരു പയ്യന്മാരെ ഒരു ചോരത്തിളപ്പ് അത്ര മാത്രമാണ് ആ ഒരു വീഡിയോയിൽ കാണുന്നത് മനസ്സിലാകുന്നത്. പക്ഷേ ഇവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അവസാനം, കാശ് ഉണ്ടെങ്കിൽ ആരെങ്കിലും പോയി കുറച്ച് ടോബ് മേടിച്ചിട്ട് വരാം. ഈ ടോബ് എന്ന് ഉച്ചരിക്കുന്ന പദം ഉച്ചരിക്കുന്ന ആരാണെന്ന് അറിയാം നമുക്ക്. അത് പലവരും ഈ വിഷ്വൽ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം. ഒരുപക്ഷെ ഫൈറ്റ് മാത്രമാണ് ആ ഒരു പ്രായത്തിലെ ചോരത്തിളപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളുന്നവരുണ്ടാവും ഒരുപക്ഷെ. പക്ഷേ ഇതാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ആരും ശ്രദ്ധിക്കാത്തൊരു വേട്, പല ആളുകളും ശ്രദ്ധിക്കുന്ന ഒരു വേട്, അതായത് ഇത് അറിയുന്നവർ ശ്രദ്ധിക്കുന്ന ഒരു വേടെന്ന് പറയാം. അങ്ങനെയുള്ളവരായിരിക്കാം ഒരു പക്ഷേ എന്റെ കമന്റ് ബോക്സിൽ വന്നു. അതുപോലെ തന്നെ ഞാനും എനിക്ക് സംശയം വന്നിട്ട് ആ വീഡിയോ വീണ്ടും റിവൈൻഡ് കണ്ടു നോക്കിയപ്പോഴാണ് ഈ ഒരു ഡയലോഗ് അതിൽ വന്നത്. അതായത് ശരിക്കും ടോബ് എന്ന് ഉപയോഗിക്കുന്നത് കഞ്ചാവ് വലിക്കുന്നവരാണ്, അതായത് ടൊബാക്കോയാണ്. അതിന്റെ ഉള്ളിലുള്ള സാധനം മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത് കഞ്ചാവ് വലിക്കുന്നവരാണ്. ഈ ഒരു വേഡ് യൂസ് ചെയ്യുന്നത് എല്ലാവരും ടൊബാക്കോ എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും ടൊബാക്കോ മേടിച്ചിട്ട് വരാൻ പറയുമില്ല. ടോബ് എന്ന് പറയുമ്പോൾ ഈ സാധനം യൂസ് ചെയ്യുന്നവർ, കഞ്ചാവ് പോലത്തെ മരുന്ന് യൂസ് ചെയ്യുന്നവരാണ് ആ ഒരു വേഡ് യൂസ് ചെയ്യുന്നത്. ആ പയ്യൻ പോലും അവർ പോലും ആ ഒരു ഹീറോയിസത്തിന് വേണ്ടി എടുത്ത വീഡിയോയിൽ അവർ പോലും പറയാണ്ട് പെട്ടുപോയൊരു ഡയലോഗാണ് ടോബ് മേടിച്ചിട്ട് വരിക എന്നുള്ളത്. ഇത് പല ആൾക്കാരും ക്യാച്ച് ചെയ്തു, പല ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഈ ഒരു പ്രായത്തിൽ 18 വയസ്സിലും 16 വയസ്സിലും ആ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചിന്താഗതി അവർ ഒരിക്കലും അവരുടെ മെന്റാലിറ്റിയിട്ട് വരുന്ന മൈൻഡ് എല്ലാം മനസ്സിലായില്ലേ. അവർ യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ, അവർ ഉപയോഗിക്കുന്ന ലഹരിയുടെ മെന്റാലിറ്റിയാണ്. മാക്സിമം ഇത് ആ പയ്യന്മാരുണ്ടെങ്കിൽ, അറിയുന്നവരുണ്ടെങ്കിൽ, ഫാമിലിയിൽ ഇത് കണ്ടവരൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ മാക്സിമം പിടിച്ചു വയ്ക്കുക. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇതിലും വലിയ നല്ല മാരകമായ ഇത്രയും മെന്റാലിറ്റി, ക്രിമിനൽ മെന്റാലിറ്റി വരുന്നത്, ഇതിലും ക്രിമിനൽ മെന്റാലിറ്റിയിലേക്ക് പോകാൻ പറ്റിയ സാധനങ്ങൾ ഒഴുകുന്നവർ കേരളം. സത്യമല്ലേ, കേരളത്തിൽ ആവശ്യത്തിന് ഒഴുകുന്നുണ്ട്. അതൊന്നും ഇതുവരെയായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ആരെയും കൊണ്ട് സാധിച്ചിട്ടില്ല. പിന്നെ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചാൽ അതുമില്ല. ഈ സാധനം ഒഴുകി നടക്കണം നമ്മുടെ നാട്ടിൽ. അപ്പൊ മാക്സിമം ഉണ്ടല്ലോ ഈ പയ്യന്മാരൊന്നും മുറുകെ പിടിച്ചോ. സാധാരണ ഒരു തല്ലി അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ നടന്നൊരു സംഭവമല്ല. അവര് സാധനം യൂസ് ചെയ്യുന്നുള്ളത് അവരുടെ വായിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോയൊരു സംഭവമാണ്. മാക്സിമം നോക്കുക. യാത്രയെ പറയാനുള്ളൂ.